ആളൊഴിഞ്ഞ മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്ത് ഉറ്റവരെയും കാത്തിരിക്കുന്ന വളർത്തുമൃഗങ്ങൾക്ക് കഴിഞ്ഞ 9 മാസമായി മുടങ്ങാതെ ഭക്ഷണം കൊടുക്കുകയാണ് വിനുലാൽ എന്ന ചെറുപ്പക്കാരൻ. ദുരന്തത്തിൽ കുടുംബത്തിലെ 9 പേരെ നഷ്ടപ്പെട്ട വിനുലാൽ വാടകയ്ക്ക് താമസിക്കുന്ന കമ്പളക്കാട് നിന്നുമാണ് വളർത്തുമൃഗങ്ങൾക്കുള്ള ഭക്ഷണവുമായി ദിവസേന എത്തുന്നത്. മരണത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട വിനുലാലും കുടുംബവും സർക്കാരിന്റെ പുനരധിവാസ പട്ടികയ്ക്ക് പുറത്താണ്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് ഒരാണ്ട്. കഴിഞ്ഞ 9 മാസമായി ചൂരൽമലയിൽ നിന്ന് മുടങ്ങാതെ മുണ്ടക്കൈയിലേക്ക് വരുന്ന ഒരു ഓട്ടോറിക്ഷയുണ്ട്, നിഷാദിന്റെ ഓട്ടോറിക്ഷ. അതിനുള്ളിലൊരു യുവാവിനെയും കാത്ത് മുണ്ടക്കൈയിൽ നിരവധി ജീവനുകൾ ഇരിപ്പുണ്ട്. മുണ്ടക്കൈ സ്വദേശി വിനുലാൽ ദുരന്തത്തിൽ സർവ്വതും നഷ്ടപ്പെട്ടതിനെ തുടർന്ന് കമ്പളക്കാട് വാടകയ്ക്ക് താമസിക്കുന്നു. കമ്പളക്കാട് നിന്ന് ചൂരൽമലയിലെത്തി നിഷാദിന്റെ ഓട്ടോ വിളിച്ച് മുണ്ടക്കൈയിലേക്ക്. ദുരന്തം അനാഥമാക്കിയ ചൂരൽമലയിലെ നായ്ക്കൾക്കും മുണ്ടക്കൈയിലെ വളർത്തുപൂച്ചകൾക്കും ഭക്ഷണവുമായുള്ള വരവാണ്. ദിവസേന മുടങ്ങാതെയുള്ള യാത്ര. ഉരുളോട്ടിന് ശേഷം ഞാനൊരു 3 മാസം കഴിഞ്ഞിട്ടാണ് നമ്മളെ നാട്ടിൽ വരുന്നത്. അന്ന് കണ്ട കാഴ്ച പറഞ്ഞാല് എല്ലും കൊട്ടയായിട്ട് ഭക്ഷണമൊന്നും ഇല്ലാണ്ട് കണ്ണൊക്കെ പുറത്താടിയിട്ടുള്ള ഒരു കാഴ്ചയാണ് കണ്ടത്. അപ്പൊ ഞാൻ ഒന്നാമത് മൃഗസ്നേഹിയാണ്. അങ്ങനെ പട്ടിണിയായിട്ട് കുറെ പൂച്ചകളൊക്കെ ചത്തുപോയി. പിന്നെ അതിനുശേഷം ഇതുവരെയ്ക്കും മുടങ്ങാണ്ട് ഞാൻ വീട്ടിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ഇവിടെയുള്ള പൂച്ചകൾക്കും അതുപോലെ തന്നെ ചൂരമലുള്ള നായ്ക്കൾക്കും മുടങ്ങാണ്ട് ഇതുവരെയ്ക്കും ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനൊരു മുടക്കം ഇതുവരെ വരുത്തിയിട്ടില്ല. മുണ്ടക്കൈ പള്ളിക്കു സമീപം പാടിയിലാണ് വിനുലാലും മാതാപിതാക്കളും താമസിച്ചിരുന്നത്. മരണം മലയിറങ്ങിയ രാത്രി ജീവനും കൊണ്ടോടി. പുഞ്ചിരിമട്ടത്ത് താമസിച്ചിരുന്ന വിനുലാലിന്റെ പിതൃ സഹോദരങ്ങളെയും കുടുംബങ്ങളെയും ഉരുളെടുത്തു. 9 പേരെ നഷ്ടപ്പെട്ടു. ജീവിത സമ്പാദ്യം മുഴുവൻ കൊണ്ട് സ്വരുക്കൂട്ടിയ 5 സെന്റ് ഭൂമിയും അപ്രത്യക്ഷമായി. പക്ഷേ വിനുലാൽ ഇന്നും സർക്കാരിന്റെ പുനരധിവാസ പട്ടികയ്ക്ക് പുറത്ത്. നിലവിൽ ഇവിടെ താമസിക്കുക എന്ന് പറയാൻ, കാരണം നമ്മളെ കൂടപ്പുറപ്പുകളും സുഹൃത്തുക്കളും ഇവിടെ ഉള്ളവർ പലരും പല മാനസികാവസ്ഥയിലാണ്. അപ്പൊ ഞങ്ങളപ്പോൾ ഒരു ഇനിയും ലിസ്റ്റിൽ വരാത്തത് പല മാനസികാവസ്ഥയിലാണ്. കാരണം ഈ മുണ്ടക്കായി വാഷ് ഔട്ടായ ഈ സ്ഥലത്ത് പിന്നെ താമസിക്കാൻ പറ്റില്ല എന്ന് എല്ലാവർക്കും അറിയാം. എന്നിട്ട് പോലും കറക്റ്റ് ആയിട്ടുള്ളൊരു ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ പറ്റാത്തത് വളരെ ഒരു അപകടമാണ്. വിഷമമുണ്ട് ആ കാര്യത്തിൽ. സൽപ്രവർത്തി ചെയ്യുന്ന വിനുലാൽമാരുടെ കയ്യിൽ നിന്ന് കൂലി വാങ്ങാൻ നിർബന്ധിതരാകുന്ന എത്രയോ ഓട്ടോ ഡ്രൈവർമാർ ചൂരൽമലയിലുണ്ട്. ജീവിക്കാൻ വഴിമുട്ടിയവർ. പിന്നെ രാവിലെ വരുമ്പോ ഒരു പ്രതീക്ഷയാണ്, ഒരു ഓട്ടോ ഇവന്റത് കിട്ടും. അങ്ങനെ ഇപ്പൊ ഞങ്ങളെ ഓട്ടോക്കാരുടെ കാര്യം വളരെ മോശമാണ്. സർക്കാർ 9,000 തരാന്ന് പറഞ്ഞാൽ അത് തരുന്നില്ല. രാവിലെ വന്ന് വൈകുന്നേരം വരെ ഞങ്ങൾ 8-10 വണ്ടിയോളുണ്ട്. രാവിലെ മുതൽ ഇങ്ങനെ ഇരിക്കും. പിന്നെയുള്ള പ്രതീക്ഷയാണ് ഇങ്ങനെ പല ആളുകൾ വരുന്നത്. മുണ്ടക്കൈയിൽ നിന്നും അഭിലാഷ് തൊഴുവൻകൊടിനൊപ്പം അലക്സ് റാം മുഹമ്മദ്, 24.